യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ യേശു ഖഫർനഹൂം എന്ന പട്ടണത്തിൽ എത്തിയപ്പോൾ യേശു വീട്ടിലുണ്ടെന്ന ശ്രുതി നാടെങ്ങും പരന്നു. യേശുവിനെ കാണാൻ ആ പട്ടണത്തിലെ ആളുകളെല്ലാം ആ വീട്ടിൽ തടിച്ചുകൂടി. അപ്പോൾ ഇതാ നാലാളൊരു പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് വരികയാണ്. യേശുവിനെ കാണണം, യേശുവിൻ്റെ അടുക്കൽ വരണം. അവർക്ക് വലിയ പ്രതീക്ഷയാണ്. അവർ വലിയ വിശ്വാസത്തോടെയാണ് മുൻപോട്ട് ചുവടുകൾ വയ്ക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അന്ന് യേശു നമ്മെപ്പോലെ ഒരു മനുഷ്യ വേഷത്തിൽ ഈ ഭൂമിയിലായിരുന്നു. ഇന്ന് യേശു എങ്ങനെയാണ്? ഇന്ന് യേശു എവിടെയാണ്? പ്രിയപ്പെട്ടവരെ, ഇന്ന് അവൻ 2-3 പേർ എവിടെ യേശുവിൻ്റെ നാമത്തിൽ കൂടി വരുന്ന അവർ നടുവിലുണ്ട്. എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ആത്മാവാം ദൈവമായിട്ടാണ്. എത്ര പേർ യേശുവിനെ കാണുന്നുണ്ട്? ഈ അക്ഷരികമായ കണ്ണുകൾ കൊണ്ട് നമുക്കവനെ കാണുവാൻ സാധ്യമല്ല. ആത്മാവിലാണ് നാം യേശുവിനെ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കടന്നു പോകുന്ന നിങ്ങളുടെ പ്രാർത്ഥനയിൽ, കൂട്ടായ്മയിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. അതെ, നിങ്ങൾ ഇനി കടന്നു പോകുമ്പോൾ വലിയ പ്രതീക്ഷയോടെ പോകണം, വലിയ വിശ്വാസത്തോടെ പോകണം, അത്ഭുതം പ്രതീക്ഷിച്ചുകൊണ്ട് പോകണം. ഇന്നെൻ്റെ വിടുതലിൻ്റെ ദിവസമാണെന്ന് പറഞ്ഞുകൊണ്ട് പോകണം. അവർ വലിയ പ്രതീക്ഷയോടെ ആ പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് വന്നു. വീടിനകത്തേക്ക് കടക്കുവാൻ കഴിഞ്ഞില്ല. അതുപോലെ ആൾക്കൂട്ടമാണ്. അവർ പുറകോട്ട് മാറാൻ തയ്യാറായില്ല. നിങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങളുടെ മുൻപിൽ ഒരു വിടുതൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ആ വിടുതലിലേക്ക് അടുക്കുവാൻ കഴിയാതെ ചില തടസ്സങ്ങളുണ്ടാകാം. എന്നാൽ ഇന്ന് പകൽ നിങ്ങൾ പിന്മാറരുത്, പിൻവാങ്ങരുത്. ആ 4 ആൾ ആ പക്ഷപാതക്കാരനെയും കൊണ്ട് മേൽക്കൂര പൊളിക്കുകയാണ്. അതെ, അവരേശുവിൻ്റെ അടുക്കൽ വന്നതൊരു വിടുതലിന് വേണ്ടിയാണ്. അവർ വിടുതൽ കാണാതെ മടങ്ങുകയില്ല. അങ്ങനെ ഒരാഗ്രഹം നിങ്ങൾക്കുണ്ടോ? അങ്ങനെ ഒരു പ്രാർത്ഥന നിങ്ങൾക്കുണ്ടോ? യാക്കോബ് യാബോക്ക് എന്ന കടവിൽ പ്രാർത്ഥിച്ചത്, ദൈവമേ, നീ എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ വിടില്ലെന്നാണ്. യെബ്ബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചത്, നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കണമെന്നാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ നിങ്ങൾ എന്താണ് പ്രാർത്ഥിക്കുന്നത്? അവർ ആ കിടക്കയും ചുമന്നുകൊണ്ട് വന്നത് ഒരു വിടുതൽ കാണാൻ വേണ്ടി തന്നെയാണ്. പിന്മാറാൻ അവർ തയ്യാറല്ല. മേൽക്കൂര പൊളിക്കുകയാണ്. മറ്റുള്ളവർക്ക് എന്തു തോന്നും എന്നുള്ളതൊന്നും അവർക്ക് വിഷയമല്ല. ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്തൊരു പ്രവൃത്തിയാണത്. എന്നാൽ അവർ വിടുതലും കൊണ്ടേ മടങ്ങുകയുള്ളൂ. അവർ മേൽക്കൂര പൊളിച്ച് യേശു ഇരിക്കുന്ന മുറിയിലേക്ക് ആ കിടക്കയോടുകൂടെ മനുഷ്യനിറക്കുമ്പോൾ അവിടെ കൂടിയിരുന്നവരൊക്കെ കണ്ടത് 4 ആൾ ഒരു പക്ഷപാതക്കാരനെ കിടക്കയിൽ ഇറക്കുന്നതാണ്. എന്നാൽ യേശു കണ്ടത് അതൊന്നുമല്ല. യേശു കണ്ടത് അവരുടെ വിശ്വാസമാണ്. ഇന്ന് പകൽ യേശു കാണുന്നത് വിശ്വാസമാണ്. യേശു നോക്കുന്നത് വിശ്വാസമാണ്. നിങ്ങളിൽ വിശ്വാസമുണ്ടോ? വിശ്വാസം ദൈവപ്രസാദമാണ്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, വിശ്വാസം കൂടാതെ ദൈവത്തിൽ നിന്ന് ഒന്നും പ്രാപിക്കുവാൻ പോലും നമുക്ക് സാധ്യമല്ല. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് ആ മനുഷ്യനോട് പറഞ്ഞു, നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു, കിടക്ക എടുത്ത് നടക്കാം. അതെ, ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത് വിശ്വാസമാണ്. പ്രവൃത്തി ദൈവമാണ് ചെയ്യാൻ പോകുന്നത്. വിശ്വാസം വെളിപ്പെട്ടാൽ ബാക്കിയെല്ലാം ചെയ്യുന്നത് ദൈവമാണ്. നമ്മുടെ അധ്വാനമല്ല, ദൈവശക്തിയാണ് നിനക്ക് വേണ്ടി ഇന്ന് പകൽ ചലിക്കാൻ പോകുന്നത്. വിശ്വസിക്കാമോ? ഇന്ന് പകൽ നീ വന്നിരിക്കുന്ന ഈ വചനം, ഇത് ദൈവ സാന്നിധ്യമാണ്. ഈ വചനം എന്നോടുള്ള ദൈവശബ്ദമാണ്. ഇത് ഇന്ന് പകൽ എൻ്റെ ജീവിതത്തിൽ ചലിക്കാൻ പോവുകയാണ്. അതെ, എൻ്റെ അസാധ്യങ്ങൾ സാധ്യമാകാൻ പോവുകയാണ്. ലോകം അസാധ്യമെന്ന് പറഞ്ഞ വിഷയത്തിൻ്റെ നടുവിൽ എനിക്ക് വേണ്ടി ഇന്ന് പകൽ യേശു പ്രവർത്തിക്കാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അത് സംഭവിക്കാൻ പോവുകയാണ്.
ദൈവവചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.